എത്ര വയസ്സിലാണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്? അത് കുറേ, അതായത് ചെറുപ്പത്തിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു 13-14 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഒരു 100 രൂപേൻ്റെ മരം പിന്നെ വെട്ടി ഒരാളെന്ന് വാങ്ങിയിട്ട് അതൊരു 110 രൂപയ്ക്ക് വിറ്റ് ഒരു കാളവണ്ടിയില്ലേ, കാളവണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. തുടങ്ങിയത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു മെഷീൻ വാങ്ങിയിട്ട് വിറ്റിട്ട് നല്ല പൈസ കിട്ടി. അന്നത്തെ ഷോപ്പിൽ നിന്ന് കുപ്പായൊക്കെ വാങ്ങി. പിന്നെ ഒരു ST മോട്ടോർ സൈക്കിളൊക്കെ 84 ST മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ കാലെത്തൂല. ഭയങ്കര സ്കൂട്ടി, ലാംബി സ്കൂട്ടിയൊക്കെ വാങ്ങുമ്പോഴല്ല ഒരു ഭയങ്കര ഹാപ്പി മൂഡൊക്കെ. അങ്ങനെയൊക്കെ തുടങ്ങി. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ തുടങ്ങി. ഓക്കെ, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലെന്ന് പറയുകയാണെങ്കിൽ എറണാകുളത്ത് ഇപ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ സ്ഥാപനങ്ങളായിരിക്കാം ഇക്കയുടെ ഡീലിൽ നടന്നിട്ടുണ്ടാവുന്നത്? അതിപ്പോൾ MG റോട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ പിന്നെ ജോയി ആലിക്കാസിൻ്റെ അവിടെ മുതൽ രവിപുരം വരെ ഒരു 4-5 കച്ചവടങ്ങൾ. പിന്നെ ഇപ്പോൾ എറണാകുളത്ത് നിൽക്കുന്ന ഒരു 100 ഏക്കറ, പിന്നെ ഈ പാനായിക്കുളം ഭാഗം, അത്താണി ഭാഗത്തൊക്കെ ആ കാലത്ത് 2006-2007 അന്ന് അച്യുതാനന്ദൻ ഗവൺമെൻറ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നല്ല ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് നടന്ന 2006-2011-15 വരെ. പിന്നെയാണ് ഓരോരോ വീക്ക് വന്നത് ഡൗൺ ആയത്. ആ സമയത്ത് നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് കേരളത്തിൽ പല ബിസിനസ്സുകളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പറയണെങ്കിൽ കുറേ ഉണ്ട്. അങ്ങനെ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ മെയിൻ എറണാകുളത്തിന്റെ ഹൃദയ ഭാഗത്ത് ഒരു ഏരിയ മുതൽ ഒരു ഏരിയ ഫുൾ ചെയ്തിരിക്കുന്നത്, ഡീൽ ചെയ്തിരിക്കുന്നത്. അവിടെ എറണാകുളത്ത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് നമുക്ക് ഉണ്ട് ഓൾറെഡി MG റോഡിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഈ എന്തൊരു സ്ഥാനത്തിനും ചിലപ്പോൾ സമയത്ത് നമുക്ക് ഭയങ്കര വളർച്ച കാണാം, ചിലപ്പോൾ പെട്ടെന്ന് ആ പ്രൊഫഷൻ അങ്ങനെ വലിയ ഡിമാൻഡ് ഇല്ലാണ്ട് പോകും. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിനും ചില സമയത്ത് ഭയങ്കര ബൂമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിനസ്സായിരുന്നു അല്ലേ? പെട്ടെന്ന് ആ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴും ആ ഒരു സമയത്തൊക്കെ വല്ലാണ്ട് റിയൽ എസ്റ്റേറ്റ് വെച്ച് ജീവിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ, പ്രശ്നത്തിലായ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അറിയാം. ഇത്തരത്തിൽ ശരിക്കും എല്ലാ ബിസിനസ്സിനും ചിലപ്പോൾ നല്ലത് ചിലപ്പോൾ ചീത്ത എന്നൊക്കെ സമയം ഒന്നെന്ന് പറയുന്നത് പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴും എങ്ങനെയാണ് നിങ്ങളൊക്കെ സർവൈവ് ചെയ്യണതും, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഫേസിനെ നിങ്ങൾ ഫേസ് ചെയ്യണത്? രമ്യ എന്താണ് ഈ ചോദ്യം ചോദിക്കാതെന്ന് വിചാരിച്ചു ഞാൻ. സത്യം ഇപ്പം കറക്റ്റാ. നിപ്പ, കൊറോണ, ഒരു വെള്ളപ്പൊക്കം നമ്മൾ കണ്ടു. എറണാകുളം MG റോഡൊക്കെ തോണിയിലും, ഇവിടെ എടപ്പള്ളിയൊക്കെ കളമശ്ശേരിയൊക്കെ കണ്ടല്ലോ. കോഴിക്കോട് മാവൂർ റോഡൊക്കെ തോണിയിലും ബോട്ടിലായിരുന്നു നടന്നത്. കുട്ടികളോട് ഇപ്പോഴത്തെ കൊറോണയിൽ രമ്യ ഞാനും നമ്മളൊന്നും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു, ജനലിൽ കൂടെ ആയിരുന്നു റോഡിലേക്ക് നോക്കിയിരുന്നെന്ന് വളർന്നു വരുന്ന കുട്ടികളോട് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചൊന്നും വരില്ല. റോഡിലൊരൊറ്റ വണ്ടി ഉണ്ടായിരുന്നോ? ഇല്ല. രമ്യ, ഈ ഒരു പീരീഡിൽ ഈ നിപ്പ, കൊറോണ ഇങ്ങനത്തെ ഒരു സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല മാത്രമല്ല, ഞാൻ മറ്റുള്ള മേഖലയും കൂടി പറയാം. വാടക കൊടുക്കാൻ പറ്റാണ്ട്, പാർട്ടിക്കാർക്ക് സാധനം വാങ്ങിയ പൈസ കൊടുക്കാൻ പറ്റാണ്ട്, എഗ്രിമെൻ്റ് എഴുതിയ ഭൂമികൾ രജിസ്റ്റർ ആക്കാണ്ട്, ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാണ്ട്, ബാങ്കിൽ ലോൺ അടക്കാണ്ട് ബുദ്ധിമുട്ടിയ ആൾക്കാർ ഒരുപാട്. ഒരു സ്വപ്നം കംപ്ലീറ്റ് തകർന്നടിഞ്ഞ് കിടന്ന്. ദുബായിലാണെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു ഇഞ്ചക്ഷൻ ചെയ്യാതെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തേക്ക് ഒരു കാലഘട്ടം വന്നപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത്. നല്ല നല്ല ക്ലയൻസിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കടങ്ങൾ വാങ്ങിയ പൈസ അവരെ കൂട്ടി പാർട്ട്ണർഷിപ്പിൽ ചെയ്ത സംഗതികൾ. എനിക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെടും. ആ സമയത്തൊക്കെ നമ്മൾ ഓവർലോഡ് എടുത്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ അന്നത്തെ വിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരൊക്കെ പാർട്ട്ണർഷിപ്പ് കൂട്ടിയിട്ട് ഓരോരോ ഡീൽ ചെയ്യുന്നത്. അവിടെ നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചു, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബന്ധങ്ങളായിട്ടും. തീർച്ചയായിട്ടും അത് എനിക്കെന്നല്ല, അന്നത്തെ കുറേ ആൾക്കാർക്ക്. അതിലൊരു 10-20% ആൾക്കാരെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുള്ളൂ മറ്റു പല കച്ചവടങ്ങളും ചെയ്തിട്ട്. 80% ആൾക്കാർക്കും നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇടപാടുകാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്,
മരണങ്ങൾ അറിയാലോ, അപ്പോൾ തൊരുപടി പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ചിട്ട് അന്നും തന്നെ ഞാൻ 2020 തോന്നി 21 ഈ കൊറോണ പീരീഡ് ഇങ്ങനെ വരുമ്പോൾ ആരും പോകാത്ത സമയത്ത് നമ്മൾ ഓഫീസ് ഷട്ടർ ഇട്ടിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോഴും ചോദിക്കും, നീ ഇപ്പോഴാണോ ഈ കച്ചവടം സംസാരിക്കുന്നത് ചോദിക്കും. അപ്പോഴൊക്കെ നമ്മൾ പ്രയാസത്തിൻ്റെ ഒരു സംഗതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴത്തെ മക്കളോടോ കുട്ടികളോടോ പുതിയ ജനറേഷനോടൊന്നും പറയാൻ മനസ്സിലാവില്ല ചിലപ്പോൾ. അവരൊക്കെ അന്ന് കളിച്ചു നടക്കുന്ന സമയത്ത് ആ ഒരു ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ, അതായത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എല്ലാ മേഖലയും തകർന്നടിഞ്ഞിട്ട് ഒരു പൊതുജീവൻ കിട്ടിയ ആൾക്കാരാണ് നമ്മളൊക്കെ എല്ലാവരും. അങ്ങനെ വരുമ്പോഴും നമ്മൾ പതറാതെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? പിന്നെ രമ്യ, ബാങ്കുകാർ വിളിച്ചു, കടക്കാർ വിളിച്ചു, എല്ലാവരും വിളിച്ചു. എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? പണത്തിന് പണം വേണം. കച്ചവടം നടക്കാതെ എവിടെ നിന്നാണ് ആർക്കാ വാടക കൊടുക്കാൻ പറ്റുക? ഒരു അരി ആന്ധ്രയിൽ നിന്ന് വന്നു, ഇവിടെ പിന്നെ പൈസ കിട്ടണം. അല്ലെങ്കിൽ മല്ലി മുളക് ആയിക്കോട്ടെ, സ്റ്റീലായിക്കോട്ടെ, സിമൻ്റ് ആയിക്കോട്ടെ, ഏത് കച്ചവടക്കാർക്കും ചിലവ് വേണ്ടേ? ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സിമൻറ്റ് ചാക്ക് ചിലവാകുന്നുണ്ടോ? ഒരു കമ്പി ചിലവാകുന്നുണ്ടോ? ഒരു ബിൽഡിംഗ് വർക്കിൽ സൈറ്റിൽ ആരുമില്ല. അങ്ങനത്തെ കാലഘട്ടമല്ലേ, ചെക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. അതൊരു വലിയൊരു സംഭവമായിരുന്നു ആ സമയം. എടുത്ത് പറയേണ്ട നോട്ട് നിരോധനം. എന്താ രമി പറയുന്നത്? ആ 16-ാം തീയതി ഏതൊരു ദിവസം ഞാൻ ഫ്ലൈറ്റിലായിരുന്നു. ഞാൻ നമ്മളെ മരിച്ച PVG ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരു രംഗമായിരുന്നു. അവിടുന്ന് കയറുമ്പോൾ 1000-ൻ്റെ നോട്ട് പൈസയായിരുന്നു. നെടുമ്പാശ്ശേരി ഇറങ്ങിയപ്പോൾ ഒരു വാർത്ത, ഫോണോട് ഫോണ്, സുലൈമാൻ 1000-ൻ്റെ നോട്ട് നിരോധിച്ചു. അപ്പം ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ വെപ്രാളം വേജാറും എന്തായിരിക്കും? നിങ്ങളൊന്ന് അനുഭവിച്ചു. എത്ര ആൾക്കാർക്ക് ആ കാലഘട്ടത്തിൽ പൈസ നഷ്ടപ്പെട്ടു, എത്ര എണ്ണം കത്തിച്ചു, എന്തൊക്കെ ആക്കി, എന്തെല്ലാം ചെയ്തു. ഒരു ഭയങ്കര സംഭവമല്ല അതൊക്കെ, പറയാതിരിക്കാൻ വയ്യ. കുട്ടിയോട് ഇപ്പോൾ പെട്ടെന്ന് 500 നോട്ടിലുള്ള ആൾക്കാർ നാളെ രാവിലെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ അനുസരിക്കണം. ആ റൂള് നമ്മൾ അവർ പറയണം 500 നോട്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, കറൻസി ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ആ പീരീഡിലൊക്കെ കച്ചവടക്കാരൊക്കെ അനുഭവിച്ച അനുഭവം. അന്ന് വരെ രാജാവായിരുന്ന 1000-ൻ്റെ നോട്ട് അറിയാലോ. പ്രത്യേകിച്ചും അതൊക്കെ നിങ്ങളെപ്പോലെ കോടികളിൽ, അത്രയും ലക്ഷങ്ങൾ കോടികളിൽ ബിസിനസ് ചെയ്യുന്നവരാണല്ലോ. നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ ഡിമോണിറ്റൈസേഷൻ ഒക്കെ. കൂട്ടത്തിലെ തമാശയും കൂടി പറയാം. പാലക്കാട് ഒരാളുടെ അവിടെ പൈസ എന്തെങ്കിലും ഇരിപ്പുണ്ടോ ചോദിച്ചു ഞാൻ. ഈ നോട്ട് നിരോധനത്തിൻ്റെ ഒരാഴ്ച എൻ്റെ അടുത്തൊന്നും ഇല്ലായിരുന്നു. ഒരു 50 ലക്ഷം അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന് പറഞ്ഞു. ഒരു അത്യാവശ്യം ഉണ്ട് പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞു. നോട്ട് നിരോധനം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഫോണ്, സുലൈമാനെ പൈസ വേണോ? ഈ എത്ര ആൾക്കാരായിരുന്നു പൈസ ഉണ്ട്?